പകുതി വഴിയിലേറെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു പുണ്യമാണ് അനുസരണം. അനുസരണം സ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റുകയല്ല, നമുക്കും മറ്റുള്ളവർക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുകയും സന്തോഷം നൽകുകയും ചെയ്യുകയാണ്. അനുസരണം ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് എന്താ ഉണ്ടാകണമെന്നറിയാമോ? ട്രസ്റ്റ് ഉണ്ടാകണം. ശരിക്കും യൗസേ പിതാവിനോട് ഭക്തിയുള്ളത് അനുസരണം എന്ന പുണ്യം നമ്മളിൽ വളരാൻ നമ്മളേറെ സഹായിക്കും. നമ്മൾ ഓർത്തേക്കരുത്, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനുമല്ലേ അനുസരണം വ്രതമായിട്ടുള്ളത്. അനുസരണം വ്രതമായിട്ട് ഞങ്ങളാണ് എടുക്കുന്നതെങ്കിലും പുണ്യമായിട്ട് നമ്മളെല്ലാവരും ശീലിക്കേണ്ടതാണ്. അനുസരണത്തെ അടിമത്തമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് ഈശോയെ, നിന്റെ അപ്പായായ യൗസേപ്പ് ഞങ്ങളെ അനുസരണത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേ പിതാവിൻ്റെ പ്രതിഷ്ഠയുടെ 20ാമത്തെ ദിവസം. യൗസേ പിതാവിൻ്റെ സുഹൃതങ്ങളെ നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് യാത്ര പോവുകയാണ്. പകുതി വഴിയിലേറെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങളെ ഇന്ന് ഞാനൊരു കാര്യം ഏൽപ്പിക്കുന്നത്, ഒരു പക്ഷേ ആവേശത്തോടെ തുടങ്ങിയവർ, പ്രതിഷ്ഠ എടുക്കാം, ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയവർ, ഇത് കേട്ട് തുടങ്ങിയവർ, പാതി വഴി എത്തുമ്പോൾ തിരക്കുകൾ നമ്മളെ ഓവർ പവർ ചെയ്യും, ഡിസ്ട്രാക്റ്റഡ് ആകും നമ്മൾ. അതുകൊണ്ട് നിങ്ങളെ ഞാനൊരു ജോലി ഏൽപ്പിക്കുന്നത്, കുറച്ചുകൂടെ മറ്റുള്ളവരിലേക്ക് ഇന്നത്തെ ഒന്ന് കേട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഞാനത് പറയുമ്പോൾ നിങ്ങളതിനെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമാവുകയാണ്. റിസപ്റ്റീവ് എൻഡിൽ മാത്രമല്ല, സ്വീകർത്താക്കളായിട്ട് മാത്രമല്ല, നിങ്ങൾ പ്രഘോഷകരാവുകയാണ്. അതാണ് ആത്യന്തികമായിട്ട് നടക്കേണ്ടത്. ഇനിയിപ്പോൾ വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേട്ടത് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക്. ശ്രോതാക്കൾ പ്രഘോഷകരാകുന്നതാണ് ക്രിസ്തീയത വിജയം ആഘോഷിക്കുന്നത്. കേട്ടവർ പ്രഘോഷിക്കണം. അതല്ലേ ആഫ്റ്റർ ഓൾ ക്രിസ്ത്യാനിറ്റി. കർത്താവിനെ കേട്ട ശിഷ്യന്മാർ പ്രഘോഷിച്ചു, ശിഷ്യന്മാരെ കേട്ടവർ വീണ്ടും പ്രഘോഷിച്ചു. നമ്മൾ എന്നും കേൾവിക്കാരായിട്ടിരുന്നാൽ പോരാ, ശ്രോതാക്കൾ പ്രഘോഷകരാവുകയും പ്രഘോഷകർ മാഞ്ഞു പോവുകയും ചെയ്യണം. ശ്രോതാക്കൾ അത് ടേക്കപ്പ് ചെയ്യണം. യെസ്, അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ജോസഫ് ദ മോസ്റ്റ് ഒബീഡിയൻറ്റ്, ഏറ്റവും അനുസരണയുള്ള യൗസേപ്പ് താത. അനുസരണമെന്ന പുണ്യം ഞങ്ങളിൽ വളരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങളെ ഒരുക്കണേ. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അനുസരണം ആക്ച്വലി ഇറ്റ് ഈസ് എ മിസ്അണ്ടർസ്റ്റുഡ് വെർച്യു. വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു പുണ്യമാണ് അനുസരണം, വ്രതമാണ് അനുസരണം. കാരണം ഒരു അധികാരിയോട്, ഒരു ഈ പറഞ്ഞ സുപ്പീരിയറിനോട്, നമ്മൾ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പുലർത്തുന്ന ഒബീഡിയൻസ്, അനുസരണം, നമ്മൾ ഇന്ന് അതിനെ വിചാരിച്ചിരിക്കുന്നത് ഇറ്റ് ലിമിറ്റ്സ് അവർ ഫ്രീഡം എന്നാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തെ അനുസരണം പരിമിതപ്പെടുത്തുന്നു. എൻ്റെ അവകാശങ്ങളെ ഞാൻ മറ്റൊരാൾക്ക് കൈമാറുന്നു, ഹാൻഡിങ് ഓവർ മൈ റൈറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ ഒബീഡിയൻസിനെ, അനുസരണത്തെ ഇന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതങ്ങനെയൊന്നുമല്ല. അനുസരണത്തെ നമ്മുടെ അനുദിന ജീവിതത്തിൽ തന്നെ അനുസരണമുണ്ടെന്ന് തിരിച്ചറിയണം. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറെ കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ടെന്നേ. അത് വിശ്വാസ കാര്യങ്ങളിലേക്ക്, ക്രിസ്ത്യൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മാത്രം ഒരു കല്ലുകടിയാണ്. നമ്മൾ അനുസരിക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ട്രാഫിക് റൂൾസ് അനുസരിക്കുന്നില്ലേ? എന്തിനാണ് അനുസരിക്കുമ്പോൾ നമ്മുടെ ഫ്രീഡം പോവുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ല, നമ്മളെല്ലാവരും ട്രാഫിക് റൂൾസ് അനുസരിക്കുമ്പോൾ ശരിക്കും യഥാർത്ഥ സ്വാതന്ത്ര്യവും സന്തോഷവും നമുക്ക് ലഭിക്കുകയാണ്. അനുസരണം നമുക്ക് സ്വാതന്ത്ര്യവും സന്തോഷവുമാവുകയാണ്. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ യു ആർ ഏബിൾ ടു വയലേറ്റ് ട്രാഫിക് റൂൾസ്. സംശയം എന്നാ ഉള്ളത്? ഇത് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് പറ്റും, കഴിവുണ്ട്. ട്രാഫിക് റൂൾസ്, ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അങ്ങനെ തെറ്റിക്കുമ്പോൾ അതൊരു അൾട്ടിമേറ്റ് കെയോസിലേക്കാണ്, ക്രമം തെറ്റുകയാണ് കാര്യങ്ങളുടെ. അത് പാലിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവരും അവർ ഓൺ ഡെസ്റ്റിനേഷൻസ്, ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തും. അതിനാണ് നമുക്ക് അനുസരണം വേണ്ടത്. അനുസരണം സ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റുകയല്ല, നമുക്കും മറ്റുള്ളവർക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുകയും സന്തോഷം നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിലേക്ക് വരുമ്പോൾ
നാച്ചുറൽ ലോയും ഡിവൈൻ ലോയും നമ്മൾ ഇതുപോലെ അനുസരിക്കണം. സ്വാഭാവിക നിയമങ്ങളുണ്ട്, പ്രകൃതി നിയമങ്ങൾ. അപ്പനെ അമ്മയെ മാനിക്കുക എന്നുള്ളത് പ്രകൃതി നിയമം കൂടിയാണ്, സ്വാഭാവിക നിയമം. മനുഷ്യനെ കൊല്ലരുതെന്നുള്ളത് മനുഷ്യ പ്രകൃതിയിലേ അത് കിടപ്പുണ്ട്, നമുക്കതറിയാം. മനുഷ്യനെ കൊല്ലരുത്, ജീവനെ വാല്യൂ ചെയ്യണം. അപ്പോൾ സ്വാഭാവിക നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ, അതുകൂടാതെ ദൈവിക നിയമങ്ങൾ, ഇത് ദോസ് ലോസ് ആൻഡ് റൂൾസ് ആർ നോട്ട് ഇൻഹിബിറ്റേഴ്സ് ഓഫ് അവർ ഫ്രീഡം. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കേ. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയിടുന്ന ഒന്നല്ല. ട്രാഫിക് റൂൾസ് ശരിയായി പാലിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും ലഭിക്കുകയും നമ്മളെല്ലാവരും ലക്ഷ്യസ്ഥാനത്തെത്തുകയും ചെയ്യുമെങ്കിൽ നാച്ചുറൽ ലോയും ഡിവൈൻ ലോയും നന്നായി പാലിക്കുന്നത് വഴി നമ്മൾ ഒരു ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുകയും സന്തോഷമുണ്ടാവുകയും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത്, ഏതാണ് ലക്ഷ്യസ്ഥാനം? സ്വർഗം പോവുകയും ചെയ്യും. എന്നാൽ ഇത് അനുസരിക്കാത്തവർ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ലെന്ന് മാത്രമല്ല, ഒരു സൈക്കോളജിക്കൽ, ആന്ത്രപ്പോളജിക്കൽ, സ്പിരിച്വൽ ഫ്രസ്ട്രേഷനിലേക്ക് പോകും. അനുസരണമില്ലാത്ത ജീവിതങ്ങൾ ആദ്യം ഒരു മേളമാണെന്ന് തോന്നുമെങ്കിലും മെല്ലെ മനഃശാസ്ത്രപരമായും ഈ പറഞ്ഞ ആന്ത്രപ്പോളജിക്കലായിട്ടും ഒപ്പം ആത്മീയമായിട്ടും ഒരു കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, തൃപ്തിയില്ലായ്മ, എല്ലാത്തിനോടും ഒരു മറുതലിക്കൽ, അതിലേക്കൊക്കെ നമ്മൾ വീണുപോകും. യൗസേ പിതാവ് അനുസരണത്തിൻ്റെ നല്ല മാതൃകയാണ്. യൗസേ പിതാവ്. അതുകൊണ്ടാണ് നമ്മൾ യൗസേ പിതാവിനെ സെയിൻറ്റ് ജോസഫ് ദ മോസ്റ്റ് ഒബീഡിയൻറ്റ്, ഏറ്റവും അനുസരണയുള്ള യൗസേ പിതാവേ എന്ന് വിളിച്ച് സഹായം ചോദിക്കുന്നത്. അനുസരണം ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് എന്താ ഉണ്ടാകണമെന്ന് അറിയാമോ? ട്രസ്റ്റ് ഉണ്ടാകണം. ട്രസ്റ്റ് ഉള്ളിടത്താണ് അനുസരണമുള്ളത്. ട്രസ്റ്റ് നഷ്ടപ്പെടുന്നതോടുകൂടി അനുസരണം ഇല്ലാതായി പോകും. അതിൻ്റെ നല്ല തെളിവേദ ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വായും. ദൈവത്തിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് അനുസരണക്കേടെന്ന പാപം അവർ കമ്മിറ്റ് ചെയ്തത്. അതല്ലേ പിശാച് തന്ത്രപൂർവ്വം അവരോട് ചോദിക്കുന്നത്, ഇത് കഴിച്ചാൽ മരിച്ചു പോകുമെന്ന് കർത്താവ് ശരിക്കും പറഞ്ഞോ എന്ന് ചോദിച്ച് എന്താ ചെയ്യുന്നേ? ദൈവത്തിലുള്ള വിശ്വാസത്തെ, ആശ്രയത്വത്തെ, ട്രസ്റ്റിനെ തകർക്കുക. ട്രസ്റ്റ് നഷ്ടപ്പെടുന്നിടത്ത് അനുസരണം നഷ്ടപ്പെടും. അപ്പോൾ യൗസേപ്പും മറിയവും ഒബീഡിയൻ്റ് ആണ്, അനുസരണമുള്ളവരാണെന്ന് പറയുമ്പോൾ അവരെ അനുസരണത്തെ പണിതിരിക്കുന്ന എവിടെയാണ്? ദ ട്രസ്റ്റ് അപ്പോൺ ഡിവൈൻ പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിലുമുള്ള വിശ്വാസത്തിലാണ് അനുസരണം പണിയപ്പെടുന്നത്. അപ്പോൾ നീ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ശരിക്കും ചോദ്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടിയാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അനുസരണത്തിലേക്ക് വളരും. വിശ്വാസമില്ലാത്തതിൻ്റെ ലക്ഷണമായി എന്തു മാറും? അനുസരണക്കേട് മാറും. സെയിൻറ്റ് ജോസഫ് സെബാസ്റ്റ്യൻ പെൽക്കാസ യൗസപിതാവിൻ്റെ വലിയ പ്രിയപ്പെട്ട വിശുദ്ധനാണ്. അദ്ദേഹം യൗസപിതാവിൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയുന്നത്, എത്രമാത്രം അനുസരണം ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് രായ്ക്ക് രാമാനം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഭാര്യയെയും കുഞ്ഞിനെയും എടുത്ത് ഈജിപ്തിൻ്റെ അരക്ഷിതാവസ്ഥയിലേക്ക് പോകാൻ കഴിയുക. എന്തോരോ അനുസരണം ഉണ്ടെങ്കിൽ ഈജിപ്തിൽ കാത്തിരിക്കുന്ന അപകടങ്ങൾ, ഈജിപ്തിലെ തണുപ്പ്, വിശപ്പ്, അവിടെ കാത്തിരിക്കുന്ന കഷ്ടതകൾ, ഇതിനൊക്കെ മുകളിൽ യൗസേപ്പ് അവൻ്റെ അനുസരണത്തെ വെച്ചു. ഈജിപ്തിലേക്ക് പോയെന്ന് മാത്രമല്ല, കർത്താവ് ആഗ്രഹിക്കുന്നിടത്തോളം അനുസരണത്തോടെ അവിടെ താമസിച്ചു. തിരിച്ചു വരാനും കർത്താവിൻ്റെ അനുവാദത്തിനു വേണ്ടി അനുസരണയോടെ കാത്തിരുന്നു. യൗസേപ്പിൻ്റെ അനുസരണം നമുക്ക് അത്ഭുതമാണ്, നമുക്ക് മാതൃകയാണ്. ഈ യൗസേപ്പ് പിതാവ് അനുസരണത്തിൽ വളരാൻ നമ്മെ സഹായിക്കും. ശരിക്കും യൗസേപ്പ് പിതാവിനോട് ഭക്തിയുള്ളത് അനുസരണം എന്ന പുണ്യം നമ്മളിൽ വളരാൻ നമ്മളേറെ സഹായിക്കും. അതിൻ്റെ നല്ല ഉദാഹരണമാണ് ദൈവകരുണയുടെ പ്രഘോഷകയായ വിശുദ്ധ ഫൗസ്റ്റീന യൗസേപ്പ് പിതാവിനോട് വലിയ മാധ്യസ്ഥ്യം തേടിയിരുന്ന വിശുദ്ധയാണ്. യൗസേപ്പ് പിതാവിനോട് വലിയ പ്രിയമായിരുന്നു, ഇഷ്ടമായിരുന്നു. ആ വിശുദ്ധയുടെ ജീവിതത്തിൽ അനുസരണം പാലിക്കാൻ യൗസേപ്പ് ഫൗസ്റ്റീനായെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൗസ്റ്റീനായ്ക്ക് സുപ്പീരിയേഴ്സിൽ നിന്നൊക്കെ നല്ലതല്ലാത്ത അനുഭവങ്ങൾ കിട്ടിയ സമയമുണ്ട്. സുപ്പീരിയേഴ്സിനെ അനുസരിക്കേണ്ട ഘട്ടം വന്ന സമയം, വേദനയോടെ സൈക്കോളജിക്കൽ ഇവാലുവേഷനൊക്കെ, ദർശനങ്ങൾ കിട്ടിയ ആളല്ലേ ഫൗസ്റ്റീന. അപ്പം അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രപരമായ വിലയിരുത്തലുകൾക്കൊക്കെ
ഫൗസ്റ്റീനയെ വിധേയപ്പെടുത്തിയപ്പോൾ ആ നേരത്തും അനുസരണയോടെ അതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ യൗസേപ്പിനോടുള്ള ഭക്തി ഫൗസ്റ്റീനയെ സഹായിച്ചിട്ടുണ്ട്. നമുക്കും ഈ അനുസരണത്തിൽ വളരാൻ നമ്മൾ ഓർത്തേക്കരുത്, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനുമല്ലേ അനുസരണം വ്രതമായിട്ടുള്ളത്. അനുസരണം വ്രതമായിട്ട് ഞങ്ങളാണ് എടുക്കുന്നതെങ്കിലും പുണ്യമായിട്ട് നമ്മളെല്ലാവരും ശീലിക്കേണ്ടതാണ് അനുസരണം. നാച്ചുറൽ ലോയും ഡിവൈൻ ലോയും അനുസരിക്കണം. ഡിവൈൻ ലോ 10 കൽപ്പനകൾ അനുസരിക്കുക, തിരുസഭയുടെ കൽപ്പന 5 അനുസരിക്കുക, എല്ലാ ഞായറാഴ്ചകളിലും പരിശുദ്ധ കുർബാന അർപ്പിക്കുക, കടമുള്ള ദിവസങ്ങൾ മുടക്കാതിരിക്കുക, കൂദാശകൾ പ്രത്യേകിച്ച് കുമ്പസാരത്തിൽ ബന്ധമുണ്ടായിരിക്കുക. ഇതൊക്കെ ഡിവൈൻ ലോയാണ്. അതിനോട് ചേർന്ന് നിൽക്കണം. നാച്ചുറൽ ലോ ഇപ്പുറത്ത് വിവാഹ ബന്ധത്തിൻ്റെ വിശ്വസ്തത, ഈ പറഞ്ഞ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാവലാകുന്ന പ്രോ ലൈഫിൻ്റെ മനോഭാവം, ഇതെല്ലാം നാച്ചുറലാണ്. ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിറ്റി, അത് നാച്ചുറലാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു അനുസരണം ഉണ്ടാകാൻ യൗസേപ്പ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുസരണത്തെ അടിമത്തമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് ഈശോയെ, നിൻ്റെ അപ്പായായ യൗസേപ്പ് ഞങ്ങളെ അനുസരണത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കട്ടെ. യൗസേപ്പ് പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടി ലുത്തീനിയ പാടി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠാജപം നമുക്കൊരുമിച്ച് ചൊല്ലി കാഴ്ചവെക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.